ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന അടിപൊളി കൊള്ളി ബോണ്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കൊള്ളി നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. എന്നിട്ടത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. As the chemicals they take us higher. കൊള്ളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കാം. ഇതിലേക്ക് ആവശ്യമായി മൈദയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. മാവ് ഈ പരുവത്തിലാണ് വേണ്ടത്. ഒരു ദോശമാവിൻ്റെ ഒരു പരുവാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ കൊള്ളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് സബോള, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് കൊള്ളിയിട്ട് നന്നായി ഉടച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഉടച്ചെടുക്കണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നന്നായി പരത്തിയിട്ട് കൊടുക്കുക. ചൂടാറുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്നും കൂടി നന്നായി ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉരുളകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിച്ചെടുക്കാം. ഇനി ഇത് മുക്കി പൊരിക്കേണ്ട താമസമേ ഉള്ളൂ. കൊള്ളി ബോണ്ട റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായി വരുമ്പോൾ ഓരോ ഉരുളകളും നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.